ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം കൂൾ ഓഫ് ടൈം 15 മിനിറ്റാണ്. 8 ആക്ടിവിറ്റീസ് ഉണ്ടാവും. അതിൽ അറിയാവുന്ന 6 ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ആക്ടിവിറ്റിയും ഡിസ്കസ് ചെയ്യും. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങൾ, ആ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്യും. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് ആക്ടിവിറ്റി 1 ഡിസ്കസ് ചെയ്യാം. നോക്കൂ, ഒബ്സർവ് ദ പിക്ചർ. 2 പിക്ചർ കണ്ടു. ഈ രണ്ടും ഒരു പ്ലാന്റ്സ് ആണല്ലേ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, ഈ ഒരു പ്ലാന്റ് തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഏത് പ്ലാന്റാണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. 2 പിക്ചർ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും ഏത് പ്ലാന്റാണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് പിക്ചർ എന്താണ്? ഇത് ബനിയൻ ട്രീ ആണ്. ഫസ്റ്റ് പിക്ചർ ബനിയൻ ട്രീ ആണ്. ഇതെന്താണ്? ബനിയൻ ട്രീ. ഓക്കെ, ബനിയൻ ട്രീ. രണ്ടാമത്തത് എന്താണ്? ഫസ്റ്റ് പിക്ചർ ബനിയൻ ട്രീ ആണ്. രണ്ടാമത്തത് സ്ക്രൂ പൈൻ ആണ്. ഓക്കെ, ഫസ്റ്റ് പിക്ചർ ബനിയൻ ട്രീയും രണ്ടാമത്തത് സ്ക്രൂ പൈനാണ്. അപ്പോൾ നമ്മൾ അത് ആദ്യം എഴുതുക. ഐഡൻറ്റിഫൈ ദ പ്ലാന്റ്സ് ആൻഡ് റൂട്ട്സ്, റൈറ്റ് ദെയർ നെയിംസ് ഇൻ ദ ടേബിൾ. അപ്പോൾ പ്ലാന്റ് 1 എന്ന് പറയുന്നത് എന്താണ്? പ്ലാന്റ് 1 എന്ന് പറയുന്നത് ബനിയൻ ട്രീ ആണ്. പ്ലാന്റ് 2 എന്ന് പറയുന്നത് സ്ക്രൂ പൈനാണ്. ഇനി അതിൻ്റെ റൂട്ട്, റൈറ്റ് ദ പെക്യുലിറ്റീസ് ഓഫ് ദീസ് ടൈപ്പ് ഓഫ് റൂട്ട്സ് മിനിമം 3. ഓക്കെ, അപ്പോൾ ഇനി ആ റൂട്ടിനെ പറ്റിയിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഇൻ ബനിയൻ ട്രീ റൂട്ട്സ് ആർ ഗ്രോയിങ് ഡൗൺ ഫ്രം ദ ബ്രാഞ്ചസ് ഓഫ് ദ സ്റ്റെം. ബനിയൻ ട്രീയിൽ എങ്ങനെയാണ് റൂട്ട്സ്? റൂട്ട്സ് ആർ ഗ്രോയിങ് ഡൗൺ ഫ്രം ദ ബ്രാഞ്ചസ് ഓഫ് ദ സ്റ്റെം. റൂട്ട്സ് എവിടുന്നാണ്? ബ്രാഞ്ചസ് ഓഫ് ദ സ്റ്റെം എന്നാണ് വരുന്നത്. സ്റ്റെമ്മിലെ ബ്രാഞ്ചസിൽ നിന്നുമാണ് റൂട്ട്സ് വരുന്നത്. ദേ ബിക്കം വെരി സ്ട്രോങ്. രണ്ടാമത്തെ പോയിൻ്റ് ആയിട്ട് എന്ത് എഴുതാം? ദേ ബിക്കം വെരി സ്ട്രോങ് ആൻഡ് സപ്പോർട്ട് ദ വെയ്റ്റ് ഓഫ് ഹെവി ലാറ്ററൽ ബ്രാഞ്ചസ്. നല്ല സ്ട്രോങ് ആണ്, അതേപോലെ സപ്പോർട്ട് ചെയ്യണം. ആ വെയ്റ്റിന് നിങ്ങൾ കണ്ടല്ലോ, ബനിയൻ ട്രീൻ്റെ ആ ഒരു വെയ്റ്റ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിനെയാണ് പില്ലർ റൂട്ട്സ് ഓർ പ്രോപ്പ് റൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? ബനിയൻ ട്രീ എന്താണ്? ബനിയൻ ട്രീ എന്ന് പറയുന്നത് പില്ലർ റൂട്ടാണ്, അല്ലെങ്കിൽ അതിന് വേറൊരു പേരും കൂടിയുണ്ട്, പ്രോപ്പ് റൂട്ട്. ഓക്കെ, പ്രോപ്പ് റൂട്ട്. അപ്പോൾ പ്രോപ്പ് റൂട്ടിൻ്റെ ഫീച്ചേഴ്സാണ് നമ്മൾ ഈ പറഞ്ഞത്. റൂട്ട്സ് ആർ ഗ്രോയിങ് ഡൗൺ ഫ്രം ദ ബ്രാഞ്ചസ് ഓഫ് ദ സ്റ്റെം. ദേ ബിക്കം വെരി സ്ട്രോങ് ആൻഡ് സപ്പോർട്ട് ദ വെയ്റ്റ് ഓഫ് ഹെവി ലാറ്ററൽ ബ്രാഞ്ചസ്. അപ്പോൾ പില്ലർ റൂട്ട്സ് ഓർ പ്രോപ്പ് റൂട്ട്സ് ആണ് ബനിയൻ ട്രീൻ്റെ ഉള്ളത്. ഇനി അടുത്ത എന്താണ്? സ്ക്രൂ പൈനാണ്. ഈ പിക്ചർ എന്താണ്? സ്ക്രൂ പൈനാണ്. ഇതിൻ്റെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം. സ്ക്രൂ പൈൻ എന്നാൽ ഏരിയ റൂട്ട്സ് അറൈസ് ഫ്രം ദ ലോവർ പാർട്ട് ഓഫ് ദ മെയിൻ സ്റ്റെം. അതെവിടെ നിന്നാണ്? ലോവർ പാർട്ട് ഓഫ് ദ മെയിൻ സ്റ്റെം. ദേ സപ്പോർട്ട് ദ മെയിൻ സ്റ്റെം. ദേ ആർ കോൾഡ് സ്റ്റിൽറ്റ് റൂട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? സ്റ്റിൽറ്റ് റൂട്ട് എന്ന് എഴുതാം. സ്ക്രൂ പൈൻ എന്താണ്? സ്ക്രൂ പൈൻ സ്റ്റിൽറ്റ് റൂട്ട് എന്ന് എഴുതാം. ഓക്കെ, സ്റ്റിൽറ്റ് റൂട്ട്. അപ്പോൾ പ്രോപ്പ് റൂട്ടും സ്റ്റിൽറ്റ് റൂട്ടുമാണ്. പ്രോപ്പ് റൂട്ട് ഏതിൻ്റേതാണ്? ബനിയൻ ട്രീൻ്റേതാണ്. സ്റ്റിൽറ്റ് റൂട്ട് ഏതിൻ്റേതാണ്? സ്ക്രൂ പൈനിൻ്റേതാണ്. ഇനി നമുക്ക് അതിലുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് വേറൊരു ടോപ്പിക്ക് നോക്കാം. അണ്ടർഗ്രൗണ്ട് സ്റ്റെംസ്. അതെന്താണ്? വി യൂസ് പൊട്ടറ്റോ, ജിഞ്ചർ, ടെർമറിക്, കൊളോക്കേഷ്യ, എലിഫൻറ്റ് യാം എക്സെട്ര ആസ് ഫുഡ്. നമ്മൾ ഈ പൊട്ടറ്റോ, ജിഞ്ചർ, ഉരുളക്കിഴങ്ങ്, ജിഞ്ചർ, ടെർമറിക്, മഞ്ഞൾ, ഇതൊക്കെ നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കുന്നുണ്ട്? ഫുഡായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ദി സ്റ്റോർ ഫുഡ് ഇൻ ദ അണ്ടർഗ്രൗണ്ട് സ്റ്റെം. അതൊക്കെ എവിടുന്നാണ് നമുക്ക് കിട്ടുന്നത്? മഞ്ഞളും പൊട്ടറ്റോ, ജിഞ്ചർ, എലിഫന്റ് യാം, കൊളോക്കേഷ്യ ഒക്കെ ചേമ്പും ഒക്കെ നമുക്ക് എവിടുന്നാണ് കിട്ടുന്നത്? ചേമ്പും ചേനയൊക്കെ എവിടുന്നാണ് കിട്ടുന്നത്? മണ്ണിൻ്റെ അടിയിൽ നിന്നാണല്ലേ. എന്നിട്ട് നമ്മളത് ഫുഡായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സച്ച് ഐറ്റംസ് സീൻ ബി ദ ലോ സോയിൽ ആർ കോൾഡ് അണ്ടർഗ്രൗണ്ട് സ്റ്റോൺ. അപ്പോൾ അങ്ങനെ ഭൂമിയുടെ അടിയിൽ സീൻ ദ ലോ ഓഫ് ദ സോയിൽ ആർ കോൾഡ് അണ്ടർഗ്രൗണ്ട് സ്റ്റെംസ് ആണ്. അപ്പോൾ അണ്ടർഗ്രൗണ്ട് സ്റ്റെംസിന് ഉദാഹരണമാണ് പൊട്ടറ്റോ, ജിഞ്ചർ, ടെർമറിക്, കൊളോക്കേഷ്യ, എലിഫന്റ് യാം എക്സെട്ര. ഇനി അടുത്തത് എന്താണ്? അടുത്തത് സ്റ്റോറേജ് റൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ സം പ്ലാന്റ്സ് ഫുഡ് ഈസ് സ്റ്റോർഡ് ഇൻ റൂട്ട്സ്. ചിലത് റൂട്ട്സിൽ സ്റ്റോർ ചെയ്യും. സച്ച് റൂട്ട്സ് ആർ കോൾഡ് സ്റ്റോറേജ് റൂട്ട്സ്. അതിനുദാഹരണമാണ് ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, റാഡിഷ്, 4 o'clock പാൻ, ആസ്പെരാഗസ്, ഡാലിയ എക്സെട്ര സ്റ്റോർ ഫുഡ് ഇൻ റൂട്ട്സ്. അണ്ടർഗ്രൗണ്ട് സ്റ്റെംസ് ആൻഡ് സ്റ്റോറേജ് റൂട്ട്സ് ആർ എഡിബിൾ ട്യൂബേഴ്സ്. ഇതൊക്കെ എന്താണ്? എഡിബിൾ ട്യൂബേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ ഇത് ചിലപ്പോൾ ക്ലാസിഫൈ ചെയ്യാൻ
വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോറേജ് റൂട്ട്സ് പെടുന്നതാണ് ക്യാരറ്റ്, ബീട്രൂട്ട്, റാഡിഷ്, 4 o'clock പ്ലാന്റ്, ആസ്പെറാക്സ്, ഡാലിയ. അതേസമയം അണ്ടർഗ്രൗണ്ട് സ്റ്റെംസിൽ പെടുന്നതാണ് പൊട്ടറ്റോ, ജിഞ്ചർ, ടെർമറിക്, കൊളോക്കേഷ്യ, എലിഫന്റിയ. അപ്പോൾ നിങ്ങൾ അത് മറക്കാതിരിക്കുക. പിന്നെ അതുമായി ബന്ധപ്പെട്ട വേറൊരു ചോദ്യമാണ് പിഗ്മെൻറ്റേഷൻ. അതായത് ഈ പൂക്കൾക്കൊക്കെ പല നിറം നമ്മൾ കാണുന്നുണ്ടല്ലോ, അതിന് ചില പിഗ്മെൻറ്റ്സ് ആണ് അതിന് കാരണം. അതേതാണ്? ഇപ്പോൾ സാന്തോഫിൽ യെല്ലോ കളർ പൂവിനൊക്കെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ആ യെല്ലോ കളർ കൊടുക്കുന്ന ആരാണ്? സാന്തോഫിലാണ്. എന്താണ്? സാന്തോഫിൽ. ഓക്കെ. കെരോട്ടിനാണ് ഓറഞ്ചും യെല്ലോ. കെരോട്ടിനാണ് ഓറഞ്ച് കളറും യെല്ലോ കളറും പൂക്കൾക്ക് കൊടുക്കുന്നത്. ഏത് പിഗ്മെൻ്റാണ്? കെരോട്ടിൻ. ഇനി റെഡ് കളർ, അതായത് ചെമ്പരത്തി പൂവ്, ഹിബിസ്കസ്, അതിലെന്താണുള്ളത്? ആന്തോസയാനിനാണ് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ചോദിക്കുകയാണ് നിങ്ങളോട്, റെഡ് ഹിബിസ്കസിൽ ഏത് പിഗ്മെൻ്റാണ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താം? ആന്തോസയാനിൻ. പിന്നെ ഓറഞ്ച് സീനിയൊക്കെ കണ്ടില്ലേ? സീനിയ ഓറഞ്ച് കളർ, അതിലെന്താ അടങ്ങിയിരിക്കുന്നത്? കരോട്ടിൻ. യെല്ലോ കളറുള്ള ഫ്ലവേഴ്സ് ഒക്കെ സൺഫ്ലവർ, സൂര്യകാന്തി പൂവൊക്കെ യെല്ലോ കളറാണ്. അപ്പോൾ അതെന്തിനാ? സാന്തോഫിലാണ് അടങ്ങിയിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റിയുമായി വീണ്ടും കാണാം. താങ്ക്